ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഭഗവാന്റെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ടാണ്, വ്യാഖ്യാർത്ഥമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ ശ്ലോകം ഏതാണെന്നുള്ളത്. അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല. ഞാൻ പാടിത്തരട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകം നമ്മളെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാർത്ഥം എന്നാൽ നിങ്ങൾക്കറിയോ? പലപ്പോഴും പല സ്വാമിമാരും പല ഭാഗവത ആചാര്യന്മാരും ഒക്കെ പറയുന്നൊരു കാര്യമാണ്, ഈ ശ്ലോകം സന്തോഷത്തോടുകൂടെ ഭഗവാനെ ഭജിച്ചുകൊണ്ട്, സന്തോഷത്തോടുകൂടെ ഭഗവാനിൽ ലയിച്ചുകൊണ്ട് ഈ ശ്ലോകം പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷവും ശക്തിയൊക്കെ വർദ്ധിക്കുമെന്ന് പറയുന്നത് കേൾക്കാം അല്ലേ? പക്ഷെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് ശരിക്കും അത് അർത്ഥം മനസ്സിലാക്കി ഭഗവാനിൽ സമർപ്പിതമായി ചൊല്ലുന്ന രീതിയാവുക. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ എന്നതിനർത്ഥം എന്താ? കൃഷ്ണായ വാസുദേവായ, വാസുദേവന്റെ പുത്രനായ കൃഷ്ണ, വസുദേവ പുത്രനല്ലേ കൃഷ്ണൻ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ, പരമാത്മാവായ ഹരി. ഹരി എന്നതിനർത്ഥം എന്താണ്? എല്ലാം ഹനിക്കുന്നവൻ, എല്ലാം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഷ്വിചാരങ്ങളെയും ദുഷ്ചിന്തകളെയും എല്ലാം ഹനിക്കുന്നവൻ ഹരി, പരമാത്മാവായ ഹരി അല്ലേ? പരമാത്മാവായ ഹരി, വാസുദേവന്റെ പുത്രനായ പരമാത്മാവായ ഹരി. അതാണ് ആദ്യത്തെ 2 വരിയുടെ അർത്ഥം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി. ഇനി അടുത്ത വരി എന്താ? പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എല്ലാ ദുഃഖത്തെയും ഹനിക്കുന്നവനാണ് ഹരി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതന്നെയാണ് അടുത്ത വരിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ? പ്രണത ക്ലേശനാശായ, എല്ലാ ക്ലേശങ്ങളെയും, നമ്മുടെ ഓരോ മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ഹനിച്ച് എൻ്റെ ഗോവിന്ദ, അല്ലെങ്കിൽ അല്ലയോ പ്രഭോ നാരായണ കൃഷ്ണ, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തരണേ എന്നാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് എൻ്റെ നമസ്കാരം ഗോവിന്ദ എന്നാ പറയുന്നത്. മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ദുഃഖങ്ങളെയും എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും അങ്ങ് മാറ്റിത്തരണേ കൃഷ്ണ ഗോവിന്ദ എന്നാ പറയുന്നത്. ഇത് ജപിക്കുന്നതുകൊണ്ട് നമുക്ക് അതാണ്